നാനോ ഇലക്ട്രോണിക്സ് ഇന്ന് സയൻസിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന മേഖലയാണ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി റെഫേഴ്സ് ടു ദ മാനിപ്പുലേഷൻ ഓഫ് മാറ്റർ ഇൻ നാനോ സ്കെയിൽ. നാനോ സ്കെയിൽ എന്ന് പറയുമ്പോൾ 10⁻⁹ റേഞ്ചിൽ. ദെൻ വാട്ട് ഈസ് നാനോ ഇലക്ട്രോണിക്സ്? നാനോ ഇലക്ട്രോണിക്സ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് നാനോ ടെക്നോളജി ഇൻ ഇലക്ട്രോണിക് കമ്പോണൻസ്. അതായത് ട്രാൻസിസ്റ്റേഴ്സ്, റെക്ടിഫയേഴ്സ്, ICs തുടങ്ങിയ ഇലക്ട്രോണിക് കമ്പോണൻസിൽ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനാണ് നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ഡൈവേഴ്സ് സെറ്റ് ഓഫ് ഡിവൈസസ് ആൻഡ് മെറ്റീരിയൽസ് വിത്ത് എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് they are so small that inter-atomic interaction, quantum mechanical properties need to be studied extensively. അതായത് ഇവയൊക്കെ നാനോ സ്കെയിലായതുകൊണ്ട് തന്നെ ഇൻ്റർ ആറ്റോമിക് ഇൻ്ററാക്ഷൻസ്, ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവ എക്സ്റ്റെൻസീവായി സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാനോ ഇലക്ട്രോണിക് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ്സ് ഹൈബ്രിഡ് മോളിക്കുലർ ഇലക്ട്രോണിക്സ്, വൺ ഡയമെൻഷൻ നാനോ ട്യൂബ്സ് ആൻഡ് മോളിക്കുലർ ഇലക്ട്രോണിക്സ്. മെയിൻ ടാർഗറ്റ് ഈസ് ടു റെഡ്യൂസ് സൈസ്, റിസ്ക് ഫാക്ടർ ആൻഡ് സർഫസ് ഏരിയ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ സർഫസ് ഏരിയ, സൈസ് തുടങ്ങിയവ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡിവൈസിൻ്റെ ക്യാപ്പബിലിറ്റിയും പെർഫോമൻസും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് നാനോ ഇലക്ട്രോണിക്സിൻ്റെ ടാർഗറ്റ്. ദെൻ വി ഗോ ടു മൂർസ് ലോ. മൂർസ് ലോ ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പാണ്. ഒരു ലോ ആണെന്ന് പറയുന്നതിനേക്കാൾ ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പാണെന്ന് പറയാം. 1965 ഇൻ്റലിൻ്റെ കോഫൗണ്ടറായ ഗോർഡൺ മൂറയാണ് മൂർസ് ലോ സ്റ്റേറ്റ് ചെയ്തത്. He observed that the number of transistors in a dense integrated circuit doubles every 2 years. ഒരു ICയിലെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം എല്ലാ 2 വർഷം കൂടുന്തോറും ഇരട്ടിക്കുന്നു. ട്രാൻസിസ്റ്റേഴ്സ് ആർ സിമ്പിൾ ഇൻ സ്ട്രക്ചർ ബട്ട് കോംപ്ലക്സ് ഇൻ വർക്കിംഗ്. We can use transistors as an amplifier or a switch. If we use it as a switch, tiny current flow through one end will get a high flow of current in another end. 2 ട്രാൻസിസ്റ്റേഴ്സ് കൂടി ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കുറേ ഗേറ്റുകൾ കൂടിയിട്ടാണ് ഒരു IC ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ ICകൾ കൂടിയിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്. Shrinking transistors, designers can squeeze more transistors into a chip. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ ഒരു ചിപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിപ്പിൻ്റെ പെർഫോമൻസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. 1956 ആദ്യത്തെ കമ്പ്യൂട്ടറായ IBM 305 ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഭാരം ഏതാണ്ട് 1 ടൺ ആയിരുന്നു. അന്നത്തെ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് സൈസ് എന്ന് പറയുന്നത് 3.75 MB ആയിരുന്നു. ഇന്ന് നമ്മളെ കയ്യിലൊക്കെ ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺ ഏതാണ്ട് 200 ഗ്രാം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്റ്റോറേജ് സൈസ് എന്ന് പറയുന്നത് 64 GB ഓർ 512 GB ഒക്കെയാണ്. ഇത് തന്നെയാണ് മൂർസ് ലോയും സ്റ്റേറ്റ് ചെയ്തത്. അതായത് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. iPhone 11 A30 എന്ന് പറയുന്ന ചിപ്പില്ലേ, അതിലെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം 8.5 ബില്യൺ. പക്ഷേ ആ IC ചിപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 നാനോമീറ്റേഴ്സ് മാത്രമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് മൂർസ് ലോയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഹൊറിസോണ്ടലായിട്ട് ഇയേഴ്സ് കൊടുത്തിരിക്കുന്നു, വെർട്ടിക്കലായിട്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണവും കൊടുത്തിരിക്കുന്നു. 1970 1000 ട്രാൻസിസ്റ്റേഴ്സ് ഒരു ചിപ്പിലുണ്ടായിരുന്നെങ്കിൽ 1980 ആയപ്പോൾ അത് 1,00,000 2000 ആയപ്പോൾ 10 കോടിയായി. ഇനി നമുക്ക് IC ചിപ്പിൻ്റെ സൈസിൽ വന്ന മാറ്റം നോക്കാം. 1971 10 മൈക്രോമീറ്റർ ആയിരുന്നത് 2001 130 നാനോമീറ്റർ ആയി. 2017 10 നാനോമീറ്റർ ആയി. ഇപ്പോൾ 7 നാനോമീറ്ററാണ് ഒരു IC ചിപ്പിൻ്റെ സൈസ്. നെക്സ്റ്റ് ഈസ് നാനോ ഇലക്ട്രോണിക് ഡിവൈസസ്. Nano electronic devices are 2 types. One is solid state quantum effect nano electronic devices. കമ്പോണൻസിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ് ഈ ഡിവൈസസ് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം ഡോട്ട്സ്, റെസൊണൻറ്റ് ക്വാണ്ടം ടണലിംഗ് ഡിവൈസസ്, സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. സെക്കൻഡ് വൺ ഈസ് മോളിക്കുലർ ഇലക്ട്രോണിക് ഡിവൈസസ്
ഓർ മോളട്രോണിക്സ്. ഇനി ഇതിലെ കുറച്ച് ഡിവൈസസിനെ കുറിച്ചാണ് പറയുന്നത്. ക്വാണ്ടം ഡോട്ട്സ്. നാനോ ഡോട്ട്സ്, ആൾസോ നോൺ ആസ് ക്വാണ്ടം ഡോട്ട്സ്, കൺസിസ്റ്റ് ഓഫ് ഹൺഡ്രഡ്സ് ടു thousands of atoms of inorganic semiconductor nanoparticles and are approximately 1 billionth of meter in size. Developed in the mid-1980s. അപ്പോൾ നമ്മൾ ക്വാണ്ടം ഡോട്ട്സിനെ UV ലൈറ്റ് വെച്ച് ഇല്യൂമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് പോവും. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും. ഒരു സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോട്ട്സ് ആണിതെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ വാലൻസ് ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ കണ്ടക്റ്റൻസ് ബാൻഡിലേക്ക് എത്തും. ഈ കണ്ടക്റ്റൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എനർജി ലൈറ്റായിട്ട് റിലൈസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് വാലൻസ് ബാൻഡിലേക്ക് എത്തും. ഈ ലൈറ്റ് എമിഷനെ ഫോട്ടോ ലൂമിനിസെൻസ് എന്ന് പറയുന്നു. ആ ലൈറ്റിൻ്റെ കളറ് വാലൻസ് ബാൻഡും കണ്ടക്റ്റൻസ് ബാൻഡ്സും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓർ വി ക്യാൻ സേ frequency depends energy between valence band and conductance band. Quantum dots are sometimes referred to as artificial atoms, emphasizing their singularity, having born discrete electronic states like naturally occurring atoms or molecules. It was shown that the electronic wave functions in quantum dots resembles the ones in real atoms. By coupling two or more such quantum dots, an artificial molecule can be made exhibiting hybridization even at room temperature. Then carbon nanotubes. Carbon nanotubes made of carbon with diameters typically measured in nanometers. Single wall carbon nanotubes are one of the allotropes of carbon intermediate between fullerene cages and flat graphene. അതായത് ഫുള്ളറിൻ കേജസിനും ഫ്ലാറ്റ് ഗ്രാഫീനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബൺ അലോട്രോപ്പാണ് സിംഗിൾ വാൾ കാർബൺ നാനോട്യൂബ്. ഇൻഡിവിജ്വൽ കാർബൺ നാനോട്യൂബ്സ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു റോപ്പായിട്ട് അലൈൻ ചെയ്യും. സാധാരണ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ നാനോട്യൂബിൻ്റെ ലെങ്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാലും അത് ഡയമീറ്ററിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ 10⁻⁻⁴ ആണ്. ഡിഫറെൻറ്റ് സിംഗിൾ വാൾ കാർബൺ നാനോട്യൂബ്സ് രൂപപ്പെടുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ഡയറക്ഷനിലൂടെ ഒരു ഹെക്സഗണൽ ഷേപ്പിൽ റോൾ ചെയ്യുമ്പോൾ ഈ ട്യൂബുകൾക്കെല്ലാം ട്യൂബ് ആക്സിസിൽ ഒരു ഹെലിക്കൽ ഓർ ട്രാൻസിഷണൽ സിമെട്രി ഉണ്ട്. അതുപോലെ തന്നെ പലതിനും നോൺ ട്രിവിയൽ റൊട്ടേഷൻ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ചിറാൽ. ചിറാൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതായത് ഈ ഒറിജിനൽ ഇമേജും മിറർ ഇമേജും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മാറ്റേഴ്സിനൊക്കെ നമ്മൾ ചിറാൽ എന്ന് പറയും. അപ്പോൾ ഈ കാർബൺ നാനോട്യൂബ് നോൺ ട്രിവിയൽ റൊട്ടേഷൻ സിമെട്രി പിന്നെ കാണിക്കുമ്പോൾ അതൊരു ചിറാലായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ളവയെ നമുക്ക് എ പെയർ ഓഫ് സ്മോൾ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്തിട്ട് ലേബൽ ചെയ്യാൻ പറ്റും. കാർബൺ നാനോട്യൂബ്സിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതായത് 10⁻⁻⁹ സ്കെയിലാണല്ലോ ഇത്. അപ്പോൾ കാർബൺ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് വീക്ക് ആയതുകൊണ്ടും കാർബൺ നാനോട്യൂബിന് ടെൻസൈൽ സ്ട്രെങ്ത്, തെർമൽ കണ്ടക്ടിവിറ്റി എന്നിവ കൂടും. ദെൻ വി ഡിസ്കസ് അബൌട്ട് പ്രോബ്ലംസ് ഓഫ് മേക്കിംഗ് മോർ പവർഫുൾ ചിപ്സ്. മൂർസ് ലോ പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ഡെൻസിറ്റി കൂടുമെന്നാണ്. ബട്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും, കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റും കൂടും. അതുപോലെ തന്നെ ചിപ്പിൻ്റെ സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ചാനൽ വിഡ്ത്ത് കുറയും. അപ്പോൾ മൈനോറിറ്റി ക്യാരിയേഴ്സ് വഴി ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ട് കൂടും. ഈ ലീക്കേജ് കറണ്ടാണ് ഹൈ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ അവലാഞ്ചെ ബ്രേക്ക് ഡൗണിന് കാരണമാവും. ഇതുകൂടാതെ ക്വാണ്ടം ആൻഡ് കോഹറൻസ് എഫക്റ്റ്, ആറ്റംസിൻ്റെ ക്ലോസ്ഡ് പാക്കിങ്ങും ഡോപ്പൻ്റ് ആറ്റംസിൻ്റെ നോൺ യൂണിഫോമിറ്റിയും വഴി ഉണ്ടാകുന്ന ഹീറ്റ് ഡിസിപ്പേഷൻ പ്രോബ്ലംസ് ആൻഡ് സിംഗിൾ ആറ്റം ഡിഫക്ട്സ് എല്ലാം ചിപ്പ് മിനിമൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസാണ്.
How to solve these problems? Is there is any solution in nanoelectronics? Yes, single electron transistor is the solution. ഇതാണ് ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗർ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും സോഴ്സ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഗേറ്റ് ഉണ്ട്. ഗേറ്റിൻ്റെ അടുത്തൊരു ഗേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഗേറ്റിനൊരു VG എന്ന് പറഞ്ഞ വോൾട്ടേജ് ഉണ്ട്. സോഴ്സിന് +V/2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. ഡ്രെയിന് -V/2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. ഇതെല്ലാം ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോഴ്സും ഡ്രെയിനും ഇടയ്ക്കായിട്ട് ഒരു വൈറ്റ് കളറിൽ കാണുന്നതാണ് ടണൽ ജംഗ്ഷൻസ്. ഇതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നടുവിൽ കാണുന്നതാണ് കൂളം ഐലൻഡ്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. രണ്ട് ടണൽ ജംഗ്ഷൻസിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് കോളം ജംഗ്ഷൻസ്. ഇവിടേക്കാണ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. ഈ രണ്ട് ഇൻസുലേറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നിലൂടെ മാത്രമേ ഇലക്ട്രോൺസിന് കോളം ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ പോലെ തന്നെ 3 ടെർമിനൽ ഇതിനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിന്. അതിൻ്റെ അടുത്തുള്ള ക്യാപ്പ് വളരെ തിക്കായതുകൊണ്ട് അതിലൂടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഈ ക്യാപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കൂളം ഐലൻഡിൽ ഇലക്ട്രിക് ചാർജ് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വർക്കിംഗ് നോക്കാം. ഇൻ എ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ ഇലക്ട്രോൺ ഫ്ലോസ് ത്രൂ ദ ഐലൻഡ് ഇൻ ക്വാണ്ടൈസ്ഡ് യൂണിറ്റ്സ്. അതുകൊണ്ട് തന്നെ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺസിനെ 0യോ 1 കൊണ്ടോ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ഇലക്ട്രോൺ ഐലൻഡിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ എനർജി കൂളം എനർജിയേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ഇൻസുലേറ്ററിലൂടെ ടണൽ ചെയ്ത് ഐലൻഡിൽ എത്താൻ പറ്റൂ. ഗേറ്റിൻ്റെ വോൾട്ടേജും ബയാസ് വോൾട്ടേജും 0 ആയാൽ ഇലക്ട്രോൺസിന് ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെ ഇടയ്ക്കുള്ള ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ ഇലക്ട്രോണിനെ ജംഗ്ഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റും വിത്ത് എനർജി ഈക്വൽ ടു കൂളം എനർജി. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് കൂളം ബ്ലോക്കേഡ്. ഒരു ഇലക്ട്രോൺ ഐലൻഡിൽ എത്താൻ വേണ്ട ക്രിട്ടിക്കൽ വോൾട്ടേജ് E/2c ആണ്. ഈ ക്രിട്ടിക്കൽ വോൾട്ടേജിന് പറയുന്ന പേരാണ് കൂളം ഗ്യാപ്പ് വോൾട്ടേജ്. ദെൻ മോളിക്കുലാർ ഇലക്ട്രോണിക്സ് ഓർ മോളട്രോണിക്സ്. One of the powerful branch of nanotechnology uses single molecules as electronic components because single molecules constitute the smallest stabilized structures as possible. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ സൈസ് കുറയ്ക്കുന്നതിൽ ഒരു അൾട്ടിമേറ്റ് ഗോളായിട്ട് ഇതിനെ കാണാം. ഇതിൽ യൂസ് ചെയ്യുന്ന മോളിക്യൂൾസ് സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന വയർ, ട്രാൻസിസ്റ്റർ, റെക്ടിഫയറിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്. Molecular electrons operate in the quantum realm of distances less than 100 nanometers. Then application of nanoelectronics. ആദ്യമായിട്ട് പറയുന്നത് ഡിസ്പ്ലേസ് ആണ്. കാഥോഡ് റേ ട്യൂബിന് പകരമായിട്ട് കാർബൺ നാനോ ട്യൂബ് ഉപയോഗിച്ചിട്ട് ലോ എനർജി ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡയമീറ്റർ നാനോ റേഞ്ചിലായതുകൊണ്ട് തന്നെ കാർബൺ നാനോ ട്യൂബിനെ ഫീൽഡ് എമിറ്റർ ഡിസ്പ്ലേസിൽ ഫീൽഡ് എമിറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നാവൽ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്. ക്വാണ്ടം ഡോട്ട്സ് ഒപ്റ്റോ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ലേസർ കൺസ്ട്രക്ഷനിൽ ക്വാണ്ടം ഡോട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം ഡോട്ട്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അതിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സെമികണ്ടക്ടർ ലേസറിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ ലേസർ ഡയോഡ്സിനെ അപേക്ഷിച്ച് ക്വാണ്ടം ഡോട്ട്സ് ചീപ്പറും ഹയർ ബീം ക്വാളിറ്റി കാണിക്കുന്നതിനാലും ഫ്യൂച്ചർ ലേസർ കൺസ്ട്രക്ഷൻസിലെല്ലാം ക്വാണ്ടം ഡോട്ട്സ് ഒരു ആപ്ലിക്കേഷൻ ആവുന്നതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസസ് ക്വാണ്ടം അൽഗോരിതം ഫോർ കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം ബിറ്റ് മെമ്മറി സ്പേസിനെ ക്യൂബിറ്റ് എന്ന് പറയുന്നു. ഇതുപയോഗിച്ച് ഒരേ സമയം നിരവധി കമ്പ്യൂട്ടേഷൻസ് നടത്താൻ സാധിക്കും. ഈ ഫെസിലിറ്റി നിലവിലുള്ള സിസ്റ്റംസിൻ്റെ പെർഫോമൻസിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. മറ്റൊരു ആപ്ലിക്കേഷനാണ് നാനോ റേഡിയോസ്. നാനോ റേഡിയോസ് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി യൂസസ് ഇൻ റേഡിയോസ്. ഇതൊരു നാനോ റോബോട്ടാണ്. എനർജി പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇതിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൺവെൻഷണൽ സോളാർ സെൽസിന് പകരമായിട്ട് നാനോ വയേഴ്സും നാനോ മെറ്റീരിയൽസും യൂസ് ചെയ്ത്
ചീപ്പറായും അതുപോലെ തന്നെ കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുമുള്ള സോളാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നോക്കുന്നത്. അങ്ങനെ ഒരു സോളാർ സെൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തേതിന് പകരമായിട്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോളാർ സെൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ബയോ നാനോ ജനറേറ്റർ. Bio nano generator is a nanoscale electrochemical device like fuel cell or galvanic cell, but drawing power from blood glucose in a living body, much the same as how the body generates energy from food. അപ്പോൾ ഒരു ലിവിങ് ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് നിന്ന് കിട്ടുന്ന പവർ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ അതർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നാനോ റോബോട്ട്സ്. നാനോ റോബോട്ട്സ് എല്ലാ കാര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ശരീരത്തിലൊക്കെ എന്തെങ്കിലും ഒരു ബൈപ്പാസ് സർജറിയോ അതൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. പിന്നെ നാനോ മെഡിസിൻസ്, നാനോ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. Then conclusion. Nano electronics show promise as a technology to continue the miniaturization of ICs. Flexibility is also a major breakthrough in the world of nanoelectronics. Nanotechnologies also promise a future development and enhancement of mobile devices and wearable devices. Thank you.